നിങ്ങൾക്ക് ഇതുപോലൊരു കളർ ഗ്രേഡിങ് ഇഷ്ടമാണോ? അതും കളർ പേജിലോട്ട് പോവാതെ തന്നെ എഡിറ്റിംഗ് പേജിൽ ചെയ്യാൻ പറ്റുന്നത്? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. വീഡിയോ ടൈംലൈനിലേക്ക് വലിച്ചിട്ട ശേഷം നിങ്ങൾ എഫക്ട്സ് പാനലിലോട്ട് പോവുക. അവിടെ ഓപ്പൺ എഫക്ട്സ് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെർച്ച് ചെയ്യുന്ന ഭാഗത്ത് ഫിലിം ലുക്ക് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഫിലിം ലുക്ക് ക്രിയേറ്റർ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് പതുക്കെ വലിച്ചുകൊണ്ട് വന്ന് നമ്മുടെ ഈ വീഡിയോയ്ക്ക് മുകളിലായിട്ട് വിടുക. വിടുമ്പോൾ തന്നെ അതിൻ്റെ കളർ നല്ല രീതിയിൽ ചേഞ്ച് ആയി നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ വലതുവശത്ത് ഇൻസ്പെക്ടറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ എഫക്ട്സ് എടുത്താൽ അതിനകത്ത് ഫിലിം ലുക്ക് ക്രിയേറ്റർ എന്നുള്ള ഈ ഒരു എഫക്റ്റ് കാണാൻ പറ്റും. അതിൽ കുറേ ഓപ്ഷൻസ് നിങ്ങൾക്ക് കൊടുത്തേക്കും. ഇതിനകത്ത് പല പല മാറ്റങ്ങൾ വരുത്തി നിങ്ങൾക്ക് ഒരു കിടിലം ഒരു ഗ്രേഡിംഗ് ലുക്കിലോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും കേട്ടോ. ഞാനിവിടെ ആദ്യം ഇതൊന്ന് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ ഇരുന്നാണ് നമ്മൾ അത് വലിച്ചിട്ട ഉടനെ തന്നെ ഇതുപോലൊരു കളറിലോട്ട് അത് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കുറേ സംഭവങ്ങൾ മാറ്റാൻ പറ്റും. അതിലൂടെ കളർ ബ്ലെൻഡ് എന്ന് കൊടുത്തേക്കും. അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫിലിം ലുക്കിലെ ഈ കളർ ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് ബ്ലെൻഡായി താന്ന് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ എഫക്റ്റ് ബ്ലെൻഡ് എന്നുള്ളത് കുറയ്ക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഓർണമെൻറ്റ്സിൻ്റെ ഇവിടെയൊക്കെ ഒരു ഗ്ലോ കണക്കൊരു കളറുണ്ട് കണ്ടോ. അത് നമ്മളിത് കുറയ്ക്കും തോറും ആ ഒരു ഗ്ലോ കട്ടാവുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ. അത് ഒരുപാട് കട്ട് ചെയ്യേണ്ട, ഒരു ശക്കലം നമുക്ക് വേണമെങ്കിൽ ഒന്ന് കുറച്ചിടാം. എന്നിട്ട് ഇവിടെ ഫിലിം ലുക്ക് ബ്ലെൻഡ് എന്നുണ്ട്, അതൊന്ന് കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഈ ടോട്ടൽ ഫിലിം ലുക്ക് ഒന്ന് കട്ടായിട്ട് പഴയ വീഡിയോ തെളിഞ്ഞ് വരുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് അത് ഫുള്ള് കട്ട് ചെയ്യുന്നില്ല, ഒരു ശക്കലം വേണമെങ്കിൽ നമുക്കൊന്ന് കട്ട് ചെയ്തിടാം. അതിനുശേഷം ഇവിടെ സ്കിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ. ഈ സ്കിന്നിൻ്റെ ഈ ഓപ്ഷനിൽ നമ്മൾ ഇടതോട്ടാക്കി കഴിഞ്ഞാൽ യെല്ലോയിഷ് ആയിട്ടുള്ളൊരു സ്കിൻ കയറി വരുന്നതായിട്ട് കാണാൻ പറ്റും. തിരിച്ചാക്കുമ്പോൾ ആ യെല്ലോയിഷ് കട്ടായി ഒരു ഓറഞ്ച് കണക്കൊരു സ്കിൻ ടോൺ കയറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ കുറച്ചൊരു ഓറഞ്ചിലോട്ടൊന്ന് പിടിച്ച് വയ്ക്കുകയാണ് കേട്ടോ. അതിനുശേഷം താഴോട്ട് വരുമ്പോൾ ഇവിടെ എക്സ്പോഷർ, കോൺട്രാസ്റ്റ്, ഹൈലൈറ്റ് അങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാച്ചുറേഷനും എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഇവിടെ വരുത്താൻ പറ്റും കേട്ടോ. അതിൽ വൈറ്റ് ബാലൻസ് നമുക്ക് വേണമെങ്കിൽ ശകലം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ചൊന്ന് ഞാൻ മഞ്ഞ ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ. ലെഫ്റ്റിലോട്ട് പിടിച്ചാൽ മതി, അപ്പം നീല പതുക്കെ കയറി വരും. ഈ ടിൻറ്റിൽ വലതോട്ട് പിടിച്ച് കഴിഞ്ഞാൽ ഒരു റോസ് കയറി വരും കേട്ടോ. ശക്കലം വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് പിടിക്കാം. ഓക്കെ, ഫൈൻ. ഇനി സാച്ചുറേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാം കുറയ്ക്കാം, എന്തുവേണം ഇവിടെ ചെയ്യാം. ഞാനൊരു ശക്കലം വേണമെങ്കിൽ നമുക്കൊരു സാച്ചുറേഷൻ ഇവിടെ ഇട്ടേക്കാം. ഇനി ഈ റിച്ച്നെസ് എന്ന് പറയുന്നത് ഈ കളർ തന്നെ ഭയങ്കരമായിട്ട് ഡെപ്തായിട്ട് കയറി വരും. നിങ്ങൾ നോക്കിക്കോളൂ കണ്ടോ, ആ ഡാർക്ക്നെസ്സും എല്ലാം കൂടി ടൈറ്റായിട്ട് കയറി വരും. അതാണ് ഈ ഒരു ഫീല്. അത് നമ്മൾ ചെയ്യുന്ന വീഡിയോസിൽ ഭയങ്കര ലോ ആയിട്ടുള്ള സാച്ചുറേഷനും വീഡിയോ അണഞ്ഞ് കിടക്കായിട്ട് തോന്നിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ജസ്റ്റ് കൂട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിയിൽ കത്തിഞ്ഞ് കയറി വരും കേട്ടോ. അതപ്പം നോക്കിയും കണ്ട് ചെയ്യാം. ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല, അതങ്ങനെ അങ്ങ് വിട്ടേക്കാം. ഇനി അതുപോലെ തന്നെ ഈ ബ്ലീച്ച് ബൈപ്പാസ് അത് ഞാനൊന്ന് കൂട്ടി കാണിച്ചു തരാം കണ്ടോ. ഈ ഒരു കളറ് അണഞ്ഞിട്ട് നല്ല രീതിയിൽ നമ്മൾ ഈ ഒരു സാച്ചുറേഷൻ ഒന്ന് അണഞ്ഞ് ഒരു ബ്ലാക്കൊക്കെ ഒന്ന് കയറി അതായത് ചില വീഡിയോസിന് ഈ ഒരു കളർ ഭയങ്കര സ്യൂട്ടായിരിക്കും കേട്ടോ. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് ശക്കല ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഗ്ലോയൊക്കെ അങ്ങ് കുറഞ്ഞിട്ട് നമുക്കൊരു ശക്കലോട് ഒന്ന് അണഞ്ഞ ഒരു കളറിലോട്ട് അത് കിട്ടും കേട്ടോ. ഓക്കെ, ഇതുവരെ ചെയ്തു. അതുപോലെ ഇവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, വിഗ്നെറ്റ് ഉണ്ട്, കാര്യങ്ങൾ അങ്ങനെ കുറേ കൊടുത്തിട്ടുണ്ട്, ഗ്രെയിൻസ് അങ്ങനെ കുറേ കാര്യങ്ങളോട് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതെല്ലാം ഒന്ന് പതുക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റിംഗ് പേജിൽ തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും. കളർ പേജ് കണ്ട് പേടി തോന്നുന്നവർക്ക് ഇത് ഉപയോഗിക്കാം കേട്ടോ. പക്ഷേ കളർ പേജ് നിങ്ങൾ എന്തൊക്കെയാലും പഠിച്ചിരിക്കണം. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു പേജാണ് ഈ കളർ പേജ് എന്ന് പറഞ്ഞത് കേട്ടോ. അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് കളർ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ കൂടിയാണ് നമ്മുടെ ഡാവിഞ്ചി റിസോൾവിൻ്റെ ആ ഒരു കളർ പേജ് എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തെങ്കിലും പഠിച്ചിരിക്കണം. ഇതൊരു എളുപ്പ വഴിയായിട്ട് പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു കളർ ഗ്രേഡിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓഫ് ചെയ്ത് തരാം. ഇതുപോലെ ഇരുന്നായിരുന്നു, നമ്മളതിനെ കൺവേർട്ട് ചെയ്ത് എന്ത് ചെയ്തു, ഇതുപോലെ ആക്കി. ഇതുപോലുള്ള ഗ്രേഡിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ചിലർക്ക് ഇങ്ങനത്തെ ഗ്രേഡിങ് ഇഷ്ടമല്ല, ചിലർക്ക് ഇതിൽ തന്നെ കളറൊക്കെ ഡെപ്തൊക്കെ കൂട്ടിയെടുക്കുന്ന അതാണ് ഇഷ്ടം. അതിൻ്റെ ഒരു സിമ്പിൾ വെർഷനൊക്കെ നമ്മൾ മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലോഗ് ഫയൽ എഡിറ്റ് ചെയ്യുന്ന ലോഗൊക്കെ എഡിറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കാണുക. പിന്നെ ഒന്നുകൂടി ഞാൻ പറയുകയാണ്, എൻ്റെ വീഡിയോസ് പൂർണ്ണമായും ഞാൻ ചെയ്യുന്നത് ബേസിക്കായിട്ട്, അത്രയും ബേസിക്കായിട്ട് ഇതിനെ അറിയില്ല, സ്റ്റാർട്ടിങ്ങിൽ തുടങ്ങുന്ന ഒരു എഡിറ്റർ അല്ലെങ്കിൽ ഒരു ഡാവിഞ്ചി റിസോൾവ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ, അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടി മെയിൻലി ഫോക്കസ് ചെയ്താണ് ഞാൻ വീഡിയോസ് എല്ലാം ഇടുന്നത്. അപ്പോൾ അത്രയും ബേസിക്കായിട്ടും അത്രയും
മലയാളത്തിലൊക്കെ ആയിരിക്കും ഞാനിതെല്ലാം പറയുന്നതും വീഡിയോസ് ഇടുന്നതും. അപ്പോൾ ചിലർക്കെങ്കിലും ഇതെന്തൊരു വീഡിയോ ആണെന്നൊക്കെ തോന്നിയിട്ട് ചിലർ അതിനകത്ത് ചീത്ത കമൻറ്റുകളൊക്കെ ഇടാറുണ്ട്. പലപ്പോഴും ഞാനത് ഡിലീറ്റ് ചെയ്ത് കളയും. കാരണം അത് മറ്റുള്ളവർ വായിക്കേണ്ടതെന്ന് വെച്ച് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയും. കാരണം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എഡിറ്റിംഗ് തപ്പി വരുന്നവർ ഇങ്ങോട്ട് വരണ്ട. ബേസിക് ആയിട്ട് നല്ല രീതിയിൽ ഇത് പഠിക്കണം, അല്ലെങ്കിൽ ടു Z അതിൻ്റെ ഏറ്റവും താഴെ തട്ടിൽ നിന്നും പഠിച്ച് മുകളിലോട്ട് വരണമെന്നുള്ളവർക്ക് വേണ്ടി തുടങ്ങിയ ഒരു വീഡിയോ ചാനലാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസ് പരമാവധി അപ്ലോഡ് ചെയ്യുന്നതും. അതുകൊണ്ട് ഞാൻ പറയുന്ന രീതിയും ഒക്കെ അത്രയും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലായിരിക്കും പറയുന്നത്. അപ്പോൾ കുറച്ചെങ്കിലും വീഡിയോ എഡിറ്റിംഗ് അറിയാമെന്നുള്ളവർക്ക് ഇതൊരു ബോറിംഗ് ആയിട്ട് തോന്നും, ഇതൊക്കെ ഇങ്ങനെ പറയുന്നതെന്ന് തോന്നുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ എൻ്റെ വീഡിയോസ് മാക്സിമം കാണാതിരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ക്ഷമിക്കുക അങ്ങനെയുള്ളവർ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്കത് ചെയ്യാം. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.